2 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ആണ് നമുക്ക് പോപ്പുലർ ഹുണ്ടായി കൊടുക്കുന്നത്. ഒരു ഐഫോൺ 50 Pro Max അല്ലെങ്കിൽ മാക്ബുക്ക് എയർ, നമ്മുടെ എക്സ്റ്റൻഡ് വാറണ്ടി. ഉള്ളിലാണെങ്കിലും ഫുള്ളി ബ്ലാക്ക് തീമായിരിക്കും വരുന്നത്, ബ്ലാക്ക് ഇന്റീരിയർ, അതുപോലെ റെഡ് ഇൻസേർട്ട് ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കെല്ലാമൊക്കെ അറിയാം, ഓണം വരുവാണ്. അതുകൊണ്ട് തന്നെ ഓഫറുകളുടെ പെരുമഴയുമായിട്ട് തന്നെ എല്ലാ വാഹന കമ്പനികളും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പോപ്പുലർ ഹുണ്ടായിലാണ്. പോപ്പുലർ ഹുണ്ടായാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾക്ക് ഓഫറുമായിട്ട് ഫെസ്റ്റിവൽ സീസണിൽ വരാറ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇവിടെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗണനാഥാണ്. ഗണനാഥാണ് നമുക്ക് വാഹനത്തിന്റെ വിശേഷങ്ങളും അതുപോലെ ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് വീട്ടിലേക്ക് നമസ്കാരം. പ്രമാണിച്ച് കിട്ടിലിന് ഓഫറൊക്കെ ആയിട്ടാണ് വന്നേക്കണം അല്ലേ? പോപ്പുലർ ഹുണ്ടായി നമുക്കൊരു ഫെസ്റ്റിവൽ സീസണിൽ നമുക്കൊരു അടിപൊളി ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ നമുക്കൊരു 2 ലക്ഷം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് ആണ് നമുക്ക് പോപ്പുലർ ഹുണ്ടായി കൊടുക്കുന്നത്. 2 ലക്ഷം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ആണ് പറഞ്ഞത്. 2 ലക്ഷം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ടും എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ ആയിട്ട്. അപ്പോൾ അത് ഓരോ വേരിയന്റിനനുസരിച്ച് ഓരോ മോഡലിനനുസരിച്ച് ഓരോ മോഡൽ നമുക്ക് നിയോസ് തൊട്ട് സ്റ്റാർട്ടിംഗ് മോഡൽ നിയോസ് ഗ്രാൻഡിന് നിയോസ് തൊട്ട് നമുക്ക് അൽക്കസാർ വരെയുള്ള മോഡൽസിന് നമുക്ക് ഈ ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഫസ്റ്റ് നമുക്ക് ഓരോ മോഡൽസ് ആയിട്ട് നമുക്ക് നോക്കിയിട്ട് ഇതാണ് നമ്മുടെ ഗ്രാൻഡ് ആയിട്ട് നിയോസ്. നമ്മുടെ സെഗ്മെന്റിലെ ആദ്യത്തെ മോഡലാണ് നിയോസ്. ഗ്രാൻഡ് ആയിട്ട് നിയോസ് എന്ന് പറയുന്ന മോഡലിന്റെ പേര്. നമുക്ക് ഇത് പെട്രോളിൽ അവൈലബിൾ ആണ്, അതുപോലെ CNG നമുക്ക് അവൈലബിൾ ആണ്. രണ്ടും വരുന്നുണ്ട്. നമുക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് ഒരു 7 ലക്ഷം രൂപ നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് ഈ മോഡലിന്. 7 ലക്ഷം രൂപ സ്റ്റാർട്ടിംഗ് മോഡൽ വരുന്നത്. അതിന്റെ ഓഫർ അതിന്റെ പുറത്തുണ്ട്. ഓൺ റോഡ് പ്രൈസ് ആണ് പറഞ്ഞത്. ഓൺ റോഡ് പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫറൊക്കെ നമുക്ക് ഏകദേശം ഒരു 60,000 രൂപ റേഞ്ച് നമുക്ക് ഓഫർ വരുന്നുണ്ട്. പിന്നെ പ്ലസ് നമുക്ക് ഈ മാസമൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഓണത്തിന്റെ സ്ക്രാച്ച് വിന്ന് വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 6-7 നമുക്ക് സ്ക്രാച്ച് വിന്നിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിന് അഷ്വേർഡ് ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ഐഫോൺ 50 Pro Max അല്ലെങ്കിൽ മാക്ബുക്ക് എയർ, നമ്മുടെ എക്സ്റ്റൻഡ് വാറണ്ടി, നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് SOT എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട്. പിന്നെ അതുപോലെ 1 gram ഗോൾഡ് കോയിൻ, അങ്ങനെയുള്ള നിരവധി സമ്മാനങ്ങൾ നമുക്ക് കസ്റ്റമേഴ്സിന് എല്ലാ മോഡൽസിനും വരുന്നുണ്ട്. എല്ലാ മോഡൽസിനും നമുക്ക് ഈ മാസത്തിൽ നമുക്ക് ബില്ലിംഗ് കൺഫർമേഷൻ ആണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് സ്ക്രാച്ച് ചെയ്ത് നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് എത്ര മോഡൽസ് ആണ് വരുന്നത്? ആ ചേട്ടാ നമുക്ക് 4 വേരിയന്റാണ് വരുന്നത്. നമുക്ക് എറ, മാഗ്ന, കോർപ്പറേറ്റ്, അതുപോലെ സ്പോർട്സ്, ആസ്റ്റ, ഇങ്ങനെ 4 മോഡലുണ്ട്. നമുക്ക് 3 മോഡൽ നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. AMT ട്രാൻസിഷൻ ആണ് നമുക്ക് വരുന്നത്. ബേസ് മോഡലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ടോപ്പിലേക്ക് ഏകദേശം ഒരു 10 lakhs റേഞ്ചിലായിട്ട് നമുക്ക് ടോപ്പിലേക്ക് വരും. ഓൺ റോഡ് വരും. താഴെ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യിക്കാൻ പറ്റും. പിന്നെ അല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഓണത്തിന്റെ സ്കീമൊക്കെ അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാ കസ്റ്റമർക്കും കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചില്ല, അതിന്റെ ഡൗൺ പേയ്മെന്റ് എത്രയായിരിക്കും? ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഈ മോഡല് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. കസ്റ്റമർ പോലും ബുക്കിംഗ് എമൗണ്ട് പോലും കൊടുക്കാണ്ട് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് പെർ ലാക്ക് ഒരു 1647 EMI വരും അല്ലെ? 5 വർഷത്തേക്കായിരിക്കും വരുന്നത് അല്ലെ? 5 വർഷം കൊണ്ട് 7 വർഷത്തേക്ക് കൊടുക്കാൻ പറ്റും ചേട്ടാ. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു പുതിയൊരു മോഡൽ വരുന്നുണ്ട്. നമുക്കൊരു CNG മോഡൽ വരുന്നുണ്ട്. നമുക്ക് ഡുവൽ സിലിണ്ടർ ആയിട്ട് നമുക്ക് വരുന്നത് CNG മോഡൽ. നമുക്ക് അതിനകത്ത് ബൂട്ടിന്റെ താഴെയാണ് നമുക്ക് വീല് വരുന്നത്. അപ്പൊ നമുക്ക് നോർമൽ കേസിലൊക്കെ നമുക്ക് സിലിണ്ടർ ബൂട്ട് സ്പേസിൽ വരുന്നത്, സ്പേസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് ഹുണ്ടായി വരുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ താഴെയായിട്ട് നമുക്ക് ബൂട്ടിന്റെ താഴെയായിട്ട് വീലിരിക്കുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഡുവൽ സിലിണ്ടർ വരും. ഡുവൽ സിലിണ്ടർ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്റ്റോറേജിന്റെ ആ ഒരു ഇതില്ല. അപ്പൊ സ്റ്റോറേജ് ഫുൾ ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ പ്ലസ് അതിന് പഞ്ചർ കിറ്റ് ആണ് നമുക്ക് വരുന്നത്. സ്പെയർ വീൽ ആയിട്ട് വരുന്നില്ല, പഞ്ചർ കിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഈ മാസം തന്നെ നമുക്ക് വണ്ടി കൊടുക്കാൻ എല്ലാ ഡിസ്കൗണ്ട് കൊടുത്ത് നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം. നമുക്ക് അടുത്ത് വരുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ I20 ആണ്. ഓൾ ന്യൂ I20 ആണ് വരുന്നത്. നമുക്ക് ഇത് ഒരു 6 വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ്. എറ, മാഗ്ന, സ്പോർട്സ് ഓപ്ഷൻ, ആസ്റ്റ ഓപ്ഷൻ. അതിനകത്ത് ഒരു 6 മോഡലുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് 3 മോഡൽ നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സ്പോർട്സിലുണ്ട്, സ്പോർട്സ് ഓപ്ഷനിലുണ്ട്, അതുപോലെ ആസ്റ്റ ഓപ്ഷനിലും നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. നമുക്ക് ഇതെല്ലാത്തിനും ഈ പറഞ്ഞ പോലെ സ്കീം എല്ലാ മോഡൽസിനും ഉണ്ട് കേട്ടോ. ഇപ്പൊ I20 എടുക്കുന്ന കസ്റ്റമർക്കാണെങ്കിലും ഉണ്ട് ഈ സ്കീം വരുന്നുണ്ട്. ഈ സ്ക്രാച്ച് ആൻഡ് വിന്നും അതുപോലെ ഓണത്തിന്റെ ക്യാഷ് ഡിസ്കൗണ്ടും എല്ലാം വരുന്നുണ്ട് അല്ലേ? ഇതിന്റെ ബേസ് മോഡൽ എത്രയാണ് പ്രൈസ്? ബേസ് മോഡൽ നമുക്ക് എറാന്ന് പറഞ്ഞ മോഡലാണ്. ഏകദേശം 8 ലക്ഷം രൂപ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. ഇതും നമുക്ക് ഏകദേശം 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും. എല്ലാ കസ്റ്റമർ അത്യാവശ്യം നമ്മുടെ സിബിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു 700 മേളിലിട്ട് സിബിലും തന്നെ കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു സെയിലുള്ള വാഹനം തന്നെയാണ്. നമുക്ക് പ്രീമിയം ഹാഷ് ബാക്കിൽ വരുന്ന സെഗ്മെന്റ് ആണ് I20. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ എത്രയാണ് പ്രൈസ് വരുന്നത്? ടോപ്പ് എൻഡിലേക്ക് പോകുന്ന ഒരു 13.5 ലക്ഷം രൂപയിലായിട്ട് ടോപ്പ് എൻഡ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഇത് ഡിസ്കൗണ്ടിന് ശേഷമുള്ള പ്രൈസ് ആണ് പറഞ്ഞത്? ഇത് ബിഫോർ ഡിസ്കൗണ്ട് ആണ് ഞാൻ പറഞ്ഞത്. ആഫ്റ്റർ ഡിസ്കൗണ്ട് വരുമ്പോൾ താഴെ വരും. ഏകദേശം ഒരു 19,000 രൂപ റേഞ്ചിൽ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും. ഡിസ്കൗണ്ട് വരും ഓണത്തിന്റെ ഒക്കെ സ്കീം വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാനായിട്ട് ഞാൻ പറഞ്ഞാൽ 1647 റേഞ്ചിൽ നമുക്ക് പെർ ലാക്ക് EMI നമുക്ക് ഇറക്കാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത അച്ഛാ നമുക്ക് അടുത്ത മോഡല് നമുക്ക് വെന്യൂ കോമ്പാക്ട് എക്സ്യൂവി സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന മോഡൽ ഒന്നാണ് വെന്യൂ എന്ന് പറഞ്ഞ മോഡല്. 2019 ലോഞ്ച് ചെയ്താണ്. അതുവരെ ഇപ്പോഴത്തെ കാലഘട്ടം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് സെയിലായി പോകുന്ന മോഡലാണ് ഓരോ മാസം. നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്.
1.2 എഞ്ചിൻ പെട്രോള്, അതുപോലെ 1 ലിറ്റർ ടർബോ, അതുപോലെ 1.5 ഡീസലും നമുക്ക് ഈ മോഡൽ അവൈലബിൾ ആണ്. ഇപ്പോഴും അവൈലബിൾ ആയിട്ട് നമുക്ക് വരുന്നത് 1.5 എഞ്ചിനിൽ. നമുക്ക് ഡീസൽ എത്രയാണ് മൈലേജ് പറയാൻ? ഡീസൽ നമുക്ക് 20 മൈലേജ് നമുക്ക് കസ്റ്റമർക്ക് അഷ്യൂർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കിട്ടിക്കൊണ്ട് കസ്റ്റമേഴ്സിന് ഉറപ്പായിട്ടും കിട്ടിക്കുന്ന മൈലേജ് ആ 20. പെട്രോൾ നോക്കുമ്പോൾ ഒരു 17-18 റേഞ്ച് ഒക്കെ പെട്രോൾ കിട്ടും. മാക്സിമം കസ്റ്റമേഴ്സ് ലോങ് ഒക്കെ പോകുന്ന കസ്റ്റമേഴ്സ് 20 അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു 6 വേരിയൻസ് നമുക്ക് അവൈലബിൾ ആട്ടോ, ഓട്ടോമാറ്റിക്കും മാനുവലും സഹിതം. പറയുമ്പോ ഈ സ്റ്റാർട്ടിംഗ് വേരിയന്റ് തൊട്ട് ഒരു 6 മോഡൽ എന്ന് പറഞ്ഞാൽ എസ് ഓപ്ഷൻ, SX ഓപ്ഷൻ 2 മോഡൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. എസ് ഓപ്ഷൻ വേരിയന്റിലും അതുപോലെ SS ഓപ്ഷനിലെ മോഡലും ഓട്ടോമാറ്റിക് DCT ട്രാൻസ്മിഷൻ ആട്ടോ വരുന്നത്, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് ബേസ് മോഡലോട്ട് തുടങ്ങാം അല്ലെ? എത്രയാണ് ബേസ് മോഡൽ വരുമ്പോൾ ഏകദേശം പ്രൈസിംഗിൽ നിൽക്കുന്ന ഒരു 9 ലക്ഷം റേഞ്ചിലാണ് നമുക്ക് ഓൺ റോഡ് വരുന്നത്. ഈ ഡിസ്കൗണ്ട് കൂടാണ്ടുള്ള പ്രൈസ് ആണ് പറയുന്നത് അല്ലേ? നമുക്ക് ആ ഒരു രീതിക്ക് നമുക്ക് കോമ്പറ്റീവ് നമുക്ക് റോഡിൽ ഇറക്കാൻ പറ്റും. 9 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഇത് നോക്കുവാണെങ്കിലും അത്യാവശ്യം സിവിലും കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 1647 നമുക്ക് ഒരു പെർ ലാക്ക് EMI നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതും ഓൺ റോഡിന്റെ ഒരു 90-95 റേഞ്ച് ഒക്കെ നമുക്ക് സ്കീം ചെയ്യാൻ പറ്റും. പിന്നെ അതിലെ എല്ലാ മോഡൽസും നമുക്ക് ഓണത്തിന്റെ സ്കാൻ കാർഡ് കിട്ടും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് ഇതിനടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്ത മോഡൽ നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ എസ് എന്ന് പറഞ്ഞ മോഡലാണ് ബേസ് മോഡൽ. അടുത്ത മോഡൽ വരുമ്പോൾ ഒരു 10.5 റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും. 10 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് നമുക്ക് അത് താഴെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഒരു 14-30 റേഞ്ചൊക്കെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യണം ഓൺ റോഡ് ഓട്ടോമാറ്റിക് എക്സോപ്സ്. അത് നമുക്ക് DCT ട്രാൻസിഷൻ വരുന്നത് ഒരു ഡിലേ ഇല്ലാത്ത ഒരു ട്രാൻസിഷനാണ്. അവൈലബിൾ ആണ്. എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് ഡീസൽ ഡീസൽ കേട്ടോ. ഡീസൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് ഈ മാസം തന്നെ ബുക്ക് ചെയ്യുന്ന കസ്റ്റമർക്ക് ഒരു 7 ദിവസത്തിനുള്ള വണ്ടി ഇറക്കി തരാൻ പറ്റും. 7 ദിവസം കൊണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ള വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ നമുക്ക് ഓഫർ പറഞ്ഞില്ലല്ലോ. നമുക്ക് വെന്യൂ എന്ന് പറഞ്ഞ മോഡൽ നമുക്ക് ഒരു വെന്യൂ ആക്സറീസ് പാക്കേജ് ഒരു പാക്കേജ് വരുന്നുണ്ട്. അത് ഈ മാസമാണ് നമുക്കിപ്പോ വന്നേക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന ഈ മാസം തൊട്ടാണ്. അത് ഈ സീസൺ ആയിട്ട് നമുക്ക് അറൌണ്ട് ഒരു 17,000 രൂപ തന്നെ ആക്സറീസിന്റെ ഒരു കിറ്റ് ഒരു പാക്കേജ് ആയിട്ട് അണ്ടർ ബോഡി കോട്ടിംഗ് ഒക്കെ വരുന്നതാ. ആ പാക്കേജ് വെറും നമുക്ക് ഒരു 6,000 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ഈ സ്ക്രാച്ച് ആൻഡ് വിൻ കൂടാതെ അതൊരു ഓഫറിന്റെ പെരുമഴ എന്ന് പറയില്ലേ, അതാണ് നമുക്ക് ഇപ്പൊ ഈ മാസം. കാരണം എന്തായാലും അണ്ടർ ബോഡി കോട്ടിംഗ് ഒരു 3,000 റേഞ്ച് വരെ അണ്ടർ ബോഡി കോട്ടിംഗ് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. അത് നമുക്ക് എല്ലാ ഈ ഒരു കിറ്റ് ഉൾപ്പെടെ ചെയ്യുമ്പോൾ വെറും ഒരു 6,000 രൂപ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? നല്ലൊരു ഓഫർ ആയിട്ട് തന്നെ. കാരണം എല്ലാ മോഡൽസും നമുക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വണ്ടി എടുത്തു കഴിഞ്ഞാൽ അണ്ടർ ബോഡി കോട്ടിംഗ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുകയും ചെയ്യും അല്ലേ? 6,000 രൂപ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം അല്ലേ? ഇത് നമുക്ക് എക്സ്ട്രാ അല്ലേ? എക്സ്ട്രാ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കൂടുതൽ മോഡലാണ്. ഏറ്റവും കൂടുതൽ ഹോട്ട് മൂവിങ് പ്രൊഡക്റ്റ് തന്നെ പറയാം. നമുക്ക് ഹ്യുണ്ടായിൽ ക്രെറ്റ പോലുള്ള മോഡൽ പോലെ തന്നെ ഇപ്പൊ ഇറങ്ങിയപ്പോ എക്സ്റ്റർണൽ മോഡൽ, അത് നമുക്ക് 2024 ഈ വർഷം നമുക്ക് ഇന്ത്യൻ കാർ ഓഫ് ദ ഇയർ കിട്ടിയ മോഡലും കൂടി അത് അത് നല്ല രീതിക്ക് സെയിലും അതുപോലെ കസ്റ്റമർ ഫീഡ്ബാക്കും എല്ലാം കൊണ്ടും സർവേ നടത്തിയപ്പോഴാണ് ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ കൊടുത്തത്. അതുപോലെ നമുക്ക് ഒരു ബുക്കിംഗ് പട്ടപ്പടയെന്ന് പറഞ്ഞ കയറുന്നത്. നമുക്ക് എല്ലാ ദിവസവും ബുക്കിംഗ് ഉണ്ട് എക്സ്റ്ററിന്. അതുപോലെ നമുക്ക് കളർ 2-3 കളർ പുതിയതായിട്ട് നമുക്ക് ഒരു പുതിയൊരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നൈറ്റ് എഡീഷൻ എന്ന് പറഞ്ഞ മോഡല്. അത് ബ്ലാക്ക് ബ്ലാക്കും പിന്നെ അത് ഷാഡോ ഗ്രേ എന്ന് പറഞ്ഞ കളറൊക്കെ വരുന്നുണ്ട്. അത് ഫുള്ളി ബ്ലാക്ക്. ഇപ്പൊ നമുക്ക് ലോഗോ ഒക്കെ നോക്കാം, ഇതിന്റെ ലോഗോ ഒക്കെ നോക്കുകയാണെങ്കിൽ അതുപോലെ ഇതിലൊക്കെ നമുക്ക് ബ്ലാക്ക് വരും. ലോഗോയും അതുപോലെ എല്ലാം ബ്ലാക്ക് വരും. ഉള്ളിലാണെങ്കിൽ പോലും റെഡ് ഇൻസേർട്ടും അതുപോലെ ബ്ലാക്ക് ആയിട്ടുള്ള തീം കയറി വരും ഉള്ളില്. അത് നൈറ്റ് എഡീഷൻ പറഞ്ഞ മോഡല്. പിന്നെ അതുപോലെ CNG മോഡലിൽ നമുക്ക് ഈ പറഞ്ഞ ഡുവൽ സിലിണ്ടർ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഇപ്പൊ ബൂട്ടില് നമുക്ക് നേരത്തെ ബൂട്ടിലായിരുന്നു നമുക്ക് സിലിണ്ടർ തന്നെ. അത് നമുക്കിപ്പോ മാറ്റിയിട്ട് ഡുവൽ ആയിട്ട് നമുക്ക് ബൂട്ടിന്റെ താഴെയായിട്ട് ആ വീല് വരുന്ന ഭാഗത്ത് നമുക്ക് സിലിണ്ടർ വരും. ഇത് അതിനകത്ത് പഞ്ചർ കിറ്റ് മാത്രമാണ് അതിനകത്ത് വരുന്നുള്ളൂ. കാരണം നമുക്ക് സിലിണ്ടർ വെക്കുമ്പോ സ്പേസ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 7 വേരിയൻസോളം നമുക്ക് അവൈലബിൾ ആ. നമുക്ക് EX, EXO, SO, SX, SXO കണക്ട്, ഇങ്ങനെ 7 വേരിയന്റ് ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് നൈറ്റ് എഡിഷൻ വരുമ്പോൾ നമുക്ക് SX ഒരു മോഡലും അതിൽ SXO കണക്ട് എന്ന് പറഞ്ഞ മോഡലിൽ നൈറ്റ് എഡിഷൻ വരുന്നത്. ഈ 2 മോഡലിലും പുതിയതായിട്ട് വരുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും നമുക്ക് S എന്ന് പറഞ്ഞൊരു മോഡലോട്ട് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യണം. എസ്സിലും ഉണ്ട്, പിന്നെ അതുപോലെ SO ഉണ്ട്, SX ഉണ്ട്, SX ഓപ്ഷൻ ഉണ്ട്, SX ഓപ്ഷൻ കണക്റ്റും ഉണ്ട്. അങ്ങനെ മോഡൽസ് നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കസ്റ്റമർ ഈ ഒരു സെഗ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ വിൽപ്പനയിൽ നിൽക്കുന്നത്. അതുപോലെ ഏറ്റവും നമുക്ക് 1.2 എഞ്ചിനിലെ 4 സിലിണ്ടർ എഞ്ചിനാണ് ഇത് വരുന്നത്. ബാക്കിയുള്ള ബ്രാൻഡ്സ് ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് ആയുള്ള പല മോഡൽസിനും 1.2 3 സിലിണ്ടറൊക്കെ വരുന്നുള്ളൂ. അപ്പൊ അതൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് എക്സ്ട്രാ എടുക്കുമ്പോൾ. കാരണം മൈലേജും അതുപോലെ എഞ്ചിൻ നോയ്സ് ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. എത്രയാണ് മൈലേജ്? കമ്പനി പറയുന്നത് 19.5 ആണ് കമ്പനി പറയുന്ന മൈലേജ്. കസ്റ്റമർക്ക് ഇപ്പൊ
ഒരു കിട്ടുന്ന മൈലേജ് ആവറേജ് ഒരു 16-17 കിട്ടുന്നുണ്ട്. അതാണ് നല്ല ഫീഡ്ബാക്ക് ഉള്ള മോഡലാണ്. അപ്പൊ നമുക്ക് ബേസ് മോഡലിലേക്ക് വന്നാൽ എത്രയാണ് ഓൺ റോഡ് പ്രൈസ്? ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് 7,10,000 നമുക്ക് ഓൺ റോഡ് നമുക്ക് ഇറങ്ങി കൊടുക്കാൻ പറ്റും. ഈ ഡിസ്കൗണ്ട് കൂടാതെ നമുക്ക് 7,10,000 ഓൺ റോഡ് കൊടുക്കാൻ പറ്റും. അത് നമുക്ക് വൈറ്റ് കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ ബേസ് മോഡൽ വരുമ്പോൾ. EX എന്ന് മോഡൽ വരുമ്പോൾ ബാക്കി ഒരു S തൊട്ട് നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ വരുന്നുണ്ട് അല്ലേ? എസിലേക്ക് വന്നാൽ എത്രയുടെ ഡിഫറൻസ് ആണ് വരുന്നത്? ഏകദേശം ഒരു 890 റേഞ്ച് നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട്. അത് ബിഫോർ ഡിസ്കൗണ്ട് ആണ്. 890 എല്ലാം കഴിച്ചിട്ട് ബാക്കി ഡിസ്കൗണ്ട് കഴിഞ്ഞ് വേറെ പ്രൈസ് വരും. ഏകദേശം ഒരു 40,000 രൂപ റേഞ്ച് വരെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും. ഇത് ക്യാഷ് ഓഫർ ആണ് വരുന്നത്. എല്ലാ മോഡൽസിലും ഓട്ടോമാറ്റിക്കും മാനുവലിനൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? പിന്നെ സ്ക്രാച്ച് ആൻഡ് വിൻ പറഞ്ഞ പോലെ ഇതിനകത്തും വരുമ്പോഴും നമുക്ക് ഈ ആക്സറീസ് പാക്കേജ് വരുന്നുണ്ട്. ഏകദേശം 17,000 രൂപ വരുന്ന ആക്സറീസിന്റെ കിറ്റ് 6,000 രൂപ റേഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. സ്ക്രാച്ച് കാർഡ് ആണ് മെയിൻ ആയിട്ട് പോയിന്റ്. കാരണം അത്രയും സമ്മാനങ്ങൾ ഉറപ്പായിട്ടും കിട്ടുന്ന സമ്മാനങ്ങൾ അതില്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് എത്രയാണ് വരുന്നത്? നമുക്ക് ഇത് ആണെങ്കിൽ പോലും നമുക്ക് ഇപ്പൊ ഈ 0 ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഗ്രാൻഡ് നിയോസ് പോലെ നമുക്ക് ഇതാണെങ്കിലും നമുക്ക് അത്യാവശ്യം സിബിലുള്ള കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പെർ ലാക്ക് 1,650 വെച്ചിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ബുക്കിംഗ് എമൗണ്ട് ഒരു അടയ്ക്കാണ്ട് 0 ഡൗൺ പേയ്മെന്റ് 7 വർഷം അതുപോലെ 5 വർഷം വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് വാഹനങ്ങളുടെ സ്റ്റോക്ക് വരുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ നമുക്ക് റെഡി അവൈലബിൾ ആണ്. നമുക്ക് എല്ലാ മോഡൽസും ഉണ്ടോ? നമുക്ക് എല്ലാ മോഡൽസും റെഡി അവൈലബിൾ ആയി കൊടുക്കാൻ പറ്റും. വിത്ത് ഡീസൽ അടക്കം. നമുക്കിനകത്ത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും വിത്ത് ഒരു ഞാൻ പറഞ്ഞ പോലെ 7 ദിവസം കൊണ്ടുള്ള നമുക്ക് ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസം ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും അല്ലേ? ഇത് നമ്പർ പ്ലേറ്റ് അടക്കം. അടുത്ത മോഡൽ ചേട്ടാ ഇത് നമുക്ക് കറക്റ്റാ. ഇത് 2024 ഫേസ് ആയിട്ട് വന്നത്. നമുക്കിനകത്ത് 2 എഞ്ചിൻ ഓപ്ഷൻ ഉണ്ട്. പെട്രോളും ഡീസലായിട്ട് വരുന്നുണ്ട്. 1.5 പെട്രോളും ഉണ്ട്, 1.5 ഡീസലും ഉണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്, അതുപോലെ മാനുവലും നമുക്ക് 2 മോഡൽ അവൈലബിൾ ആണ്. ഡീസലിലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും. ഇത് നമുക്ക് സെഗ്മെന്റ് കിങ് എന്നൊക്കെ പറയാം കറക്റ്റ് വരുമ്പോൾ. കാരണം ഇത് ഇറങ്ങിയിട്ട് ഇപ്പൊ ഫെബ്രുവരിയിൽ ലോഞ്ച് ചെയ്ത് ഇന്നേ വരെയുള്ള കണക്കെടുപ്പ് പോയി കഴിഞ്ഞാൽ ഒരു 1,00,000 യൂണിറ്റാ വണ്ടി വിറ്റത്. 7 മാസം കൊണ്ട് 1,00,000 യൂണിറ്റ് വിറ്റു. ആലോചിച്ച് അതിന്റെ ഒരു ട്രെൻഡ്. തീർച്ചയായിട്ടും. അതുപോലെ നമുക്ക് ഈ എത്ര പുതിയ കളർ, പുതിയ കളർ റേഞ്ചർ കാക്കിന് ഒരു പുതിയ കളർ വന്നേക്കുന്നതാണ്. നമുക്ക് എക്സ്റ്ററും ഈ ഒരു കളർ വരുന്നുണ്ട്. അത് എക്സ്റ്ററിലാണ് ആദ്യം ഇറങ്ങിയത്. അത് പിന്നെ എല്ലാ മോഡൽസിലും വരുന്നുണ്ട് ഈ കളർ. ഇത് ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് ഈ കളർ. ചേട്ടാ നമുക്ക് ഇതിനകത്തൊരു 3 എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് 1.5 പെട്രോള്, നോർമൽ ആസ്പെയർഡ് എഞ്ചിൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഡീസൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ അത് കൂടാണ് നമുക്ക് ടർബോ എഞ്ചിൻ, സ്പോർട്സ് വേരിയന്റ് ഒരു N-line ഒരു ബാഡ്ജിങ്ങിന് ഒരു എഞ്ചിനും കൂടി വരുന്നുണ്ട്. 1.5 ടർബോ എഞ്ചിൻ. അത് നമുക്കൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഗ്രില്ലിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ ഡുവൽ എക്സോസ്റ്റ് വരുന്നുണ്ട് വിത്ത് സ്പോയിലർ. അങ്ങനെ അടക്കം ഒരു എല്ലയിലേക്ക് വരുമ്പോ ഉള്ളിലാണെങ്കിലും ഫുള്ളി ബ്ലാക്ക് തീമായിരിക്കും വരുന്നത്. ബ്ലാക്ക് ഇന്റീരിയർ, അതുപോലെ റെഡ് ഇൻസേർട്ട് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് N-line എന്ന് മോഡലായിട്ട് വരുമ്പോൾ. അതിനകത്ത് ഓട്ടോമാറ്റിക്കും മാനുവലും നമുക്ക് അവൈലബിൾ ആണ്. പെട്രോൾ മാത്രമേ ഉള്ളൂ, പെട്രോൾ ടർബോയില്. എങ്ങനെയാണ് എന്റെ ബേസ് മോഡലിലേക്കുള്ള പ്രൈസ്? നമുക്ക് ഏകദേശം ഒരു 7 വേരിയന്റോളം നമുക്ക് അവൈലബിൾ ആണ് കറക്റ്റായിട്ട് വരുമ്പോൾ. EX, S ഓപ്ഷൻ, SX ടെക്, SX ഓപ്ഷൻ, ഒരു 7 വേരിയന്റോളം ഉണ്ട്. നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്, അതുപോലെ മാനുവലും അവൈലബിൾ ആണ്. നമുക്ക് ഇതൊക്കെ വരുമ്പോ ഒരു 13,000 നമുക്ക് ഓൺ റോഡ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ടിംഗ് മോഡൽ 13,000 നമുക്കൊരു ഓൺ റോഡ് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഫിനാൻസ് ഒക്കെ വരുമ്പോ ഒരു ഏകദേശം ഒരു ഓൺ റോഡ് 90 റേഞ്ചിലായിട്ട് 90-95 റേഞ്ചിലായിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൊഫൈലുകളൊക്കെ ആണെങ്കിൽ 90-95 റേഞ്ചിലായിട്ട് നമുക്ക് ഓൺ റോഡ് ആക്കി തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1 lakh അല്ലെങ്കിൽ 1.5 റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ബേസ് മോഡൽ അല്ലേ? ഇത് നമുക്ക് ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തോളം. അടുത്ത മോഡലിലേക്ക് വന്നതിന്റെ പ്രൈസ് ഒന്ന് പറയാം. അടുത്ത മോഡൽ EX-ലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 14 റേഞ്ച് നമുക്ക് ഓൺ റോഡ് 1490 അല്ലെങ്കിൽ 1470 റേഞ്ചിലായിട്ട് നമുക്ക് ഓൺ റോഡ് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. ഇത് ഡീസലായിട്ട് വരുമ്പോൾ ഓൺ റോഡ് 15 ലക്ഷം രൂപ വരും. 15. ഇത് നമുക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൂടാനുള്ള പ്രൈസ് ആണ്. ഡിസ്കൗണ്ട് കൂടാനുള്ള പ്രൈസ് ആണ് ഞാൻ ഈ പറഞ്ഞ 15 എന്നുള്ളത് പറയുന്നത്. ഇതിന്റെ ഒരു ഡിസ്കൗണ്ട് എത്രയാണ് വരുന്നത്? ഏകദേശം നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ടല്ല വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഇൻഷുറൻസ് ഡിസ്കൗണ്ട്, അതുപോലെ പ്ലസ് നമുക്ക് അഡീഷണൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമുക്ക് എന്താ പറഞ്ഞ ഇപ്പൊ നമുക്ക് വണ്ടി അവൈലബിൾ ആണ്, പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. കാരണം നമുക്കിപ്പോ കറക്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മോഡൽസും ഇപ്പൊ അവൈലബിൾ ആണ്. ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസം കൊടുക്കാനായിട്ട് പറ്റും. അതായത് കാരണം ഓൾറെഡി അലോക്കേഷൻ ഒക്കെ കൂടുതലാണ്. കാരണം നമുക്ക് ഓണാക്കി ആയതുകൊണ്ട്, നമുക്ക് കേരളത്തിന്റെ ഒരു സീസൺ ആയതുകൊണ്ട് ഉണ്ടായതിന് നമുക്ക് സപ്പോർട്ട് കൂടുതലാണ്. പിന്നെ പോപ്പുലർ ആയതുകൊണ്ട് ഇഷ്ടംപോലെ സ്റ്റോക്കും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഫുൾ ഓപ്ഷനിലേക്ക് വന്ന N-line പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. N-line വരുന്നത് നമുക്ക് ടർബോ എഞ്ചിനാണ്. നമുക്ക് ഒരു വ്യത്യാസം, നല്ലൊരു വ്യത്യാസം വരുന്ന മോഡലാണ്. നമുക്ക് ഓൺ റോഡ് ഏകദേശം 25.5 റേഞ്ച് ഓൺ റോഡ് പ്രൈസ് വരും. അത് ഏകദേശം 2 ലക്ഷം രൂപ അടുത്ത് മിക്കവാറും ഡൗൺ പേയ്മെന്റ് വരാൻ ഇത് വരില്ല. 2.5 റേഞ്ച് നമുക്ക് ഡൗൺ പേയ്മെന്റ് വരും. നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ചേട്ടാ ഇത് നമ്മുടെ അൽക്കസാർ എന്നൊരു മോഡലാണ്. നമുക്കൊരു 7 സീറ്റ് ായിട്ട് വരുന്ന സെഗ്മെന്റിലായിട്ട് വരുന്ന മോഡലാണ്.
അൽക്കസാർ ഇത് 2021 ലോഞ്ച് ചെയ്തത്. നമുക്ക് ഇപ്പൊ വരെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. 2 വർഷം അത്യാവശ്യം നല്ല രീതിക്ക് മൂവ്മെന്റ് ആയി പോകുന്ന മോഡലാണ്. കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ബേസ് മോഡൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ എൻട്രി ലെവൽ മോഡൽ തൊട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സൺറൂഫ്, പനോരമിക് ആയിട്ടുള്ള വ്യൂ ഉള്ള സൺറൂഫും അതുപോലെ പുഷ് ബട്ടണും അലോയിലും അതേപോലെ ഉള്ളിലാണെങ്കിലും ബ്ലൂ ലിങ്ക് കണക്ഷൻ, നമുക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് മൊബൈല് നമുക്ക് വഴി നമുക്ക് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയുന്ന ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന മോഡൽ സ്റ്റാർട്ടിംഗ് മോഡൽ തൊട്ടുണ്ട്. ഏകദേശം അറൌണ്ട് ഒരു 21 റേഞ്ചിലിട്ട് ഓൺ റോഡ് വരുന്ന മോഡലാണ് സ്റ്റാർട്ടിംഗ് മോഡൽ. അതുകൊണ്ടാണ് ഒരു ബേസ് ഇല്ല, ഒരു മിഡിൽ ഓപ്ഷൻ തൊട്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത്. അത് ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോഡൽ. നമുക്ക് 3 മോഡൽസ് അവൈലബിൾ ആണ്. പ്രസ്റ്റീജ്, പ്ലാറ്റിനം, സിഗ്നേച്ചർ. സിഗ്നേച്ചർ ആണ് ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത്. സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന മോഡലാണ്. സീറ്റ് വെന്റിലേഷൻ, അതിലെ ഫ്രണ്ടിലെ സെൻസർ, ഇതേപോലെ മോഡൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 360 ക്യാമറ ഒക്കെ ഒരു മിഡിൽ വേരിയന്റ്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏകദേശം 2 വർഷം മുമ്പേ തന്നെ ഈ 360 ക്യാമറ, ബോസിന്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റം, ഓൾ സീറ്റും ലെതർ സീറ്റ് ആണ് വരുന്നത്. പ്രത്യേകം ഏറ്റവും ബാക്ക് ഒരു AC വെന്റ് ഉണ്ട്. ഏറ്റവും ബാക്കിൽ ഒരു AC വെന്റ് അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു മോഡലായിട്ട് വരുമ്പോൾ. അതിൽ 6 സീറ്റും 7 സീറ്റും അവൈലബിൾ ആണ്. 2 മോഡലുണ്ട്. ഇതിന് നമുക്ക് ഓഫർ എന്ന് പറയാൻ നമുക്ക് ഏകദേശം 83,000 ഒരു ഓഫർ ഉണ്ട്. ക്യാഷ് ഓഫർ വരുന്നുണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് ഹുണ്ടായി തരുന്നുണ്ട് ഇതിന്, ഈ മോഡലിന്. അത് നമുക്ക് ഓണൊക്കെ പ്രമാണിച്ച് തരുന്നതാണ്. അത് പ്ലസ് സ്ക്രാച്ച് ആൻഡ് അതേപോലെ ഈ പറഞ്ഞ ആക്സറീസിന്റെ എല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ബേസ് മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ബേസ് മോഡലിലേക്ക് എത്രയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ്? 21.5 റേഞ്ച് ഓൺ റോഡ് വരുന്നുണ്ട്. അത് പ്രസ്റ്റീജ് വേരിയന്റ് ആണ് 21.5 റേഞ്ച്. അതിന് അടുത്ത പ്ലാറ്റിനം വേരിയന്റ് 23, 24 റേഞ്ച് വരും ഓൺ റോഡ്. അത് ഓട്ടോമാറ്റിക് വരുന്നുണ്ടോ? ഡീസൽ വരുന്നുണ്ട്. നമുക്ക് 1.5 ഡീസലുണ്ട്, അതുപോലെ 1.5 ടർബോ എഞ്ചിനുണ്ട്. ഡീസലിലേക്ക് വന്നാൽ എത്രയാണ് പ്രൈസ് വരുന്നത്? ഡീസലായിട്ട് വരുമ്പോൾ നമുക്ക് അറൌണ്ട് സ്റ്റാർട്ടിംഗ് മോഡലാണ് 22 രൂപ റേഞ്ച് ഓൺ റോഡ് വരുന്നുണ്ടല്ലേ. 22 രൂപ. മൈലേജ് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ കസ്റ്റമേഴ്സ് ഓവറോൾ കസ്റ്റമേഴ്സ് റിവ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു റോഡിലൊക്കെയാണ് 21 റേഞ്ച് കസ്റ്റമേഴ്സ് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക് സൈസ് കേട്ടോ. മാനുവലിലാണെങ്കിൽ ഒരു 18-17 റേഞ്ച് എന്തായാലും കിട്ടും, ഷുവറായിട്ടും കിട്ടും ഡീസലായിട്ട് വരുമ്പോൾ. അപ്പൊ നമ്മൾ അത്യാവശ്യം എല്ലാ വാഹനത്തിന്റെയും ഓഫറും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാ വാഹനം തന്നെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഓട്ടോമാറ്റിക്കും സ്റ്റോക്ക്, അത് മാനുവൽ സ്റ്റോക്ക്, അതുപോലെ എല്ലാ കളേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ മാസം നിങ്ങൾക്ക് ബുക്ക് ചെയ്യുവാണെങ്കിൽ എന്തായാലും അല്ലെ ഇനി ഒരു വേറെ വാഹനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ബുക്ക് ചെയ്യാറില്ലേ, ഒന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തിനോട് വണ്ടി കൊടുക്കാൻ പറ്റും. അതുപോലെ ഓഫറും വന്നിട്ടുണ്ട്. സ്ക്രാച്ച് ആൻഡ് വേണ്ട അല്ലേ. അപ്പൊ എന്തായാലും ഗണതാന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ ഈ പറഞ്ഞ ഓഫറുകാർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അതുപോലെ ബുക്കിങ്ങിന് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലോ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണമെങ്കിലോ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ അവൈലബിൾ ആണല്ലേ. തീർച്ചയായിട്ടും ബ്രോ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് പുല്ലുവഴി എന്ന സ്ഥലത്താണ് നമുക്ക് ലൊക്കേഷൻ വരുന്നത്. പെരുമ്പാവൂർ സൈഡ്, പെരുമ്പാവൂർ നമുക്ക് പുല്ലുവഴി എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് സർവീസും അതുപോലെ സെയിൽസും നമുക്ക് എല്ലാവരുടെയും ബോഡി ഷോപ്പ് അടക്കം ഒരു ഷോറൂമാണ്, വലിയ ഷോറൂമാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്നാ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ചെയ്യാം. പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഓക്കെ.